നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന കേരള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണല്ലോ. അതെ, 2025 ഡിസംബറിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഇലക്ഷൻ. എപ്പോഴും ഒരുപാട് ശ്രദ്ധ കിട്ടുന്ന ഒന്നാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ്. പക്ഷേ ഇത്തവണത്തെ ഒരുക്കങ്ങളും ആകാംക്ഷയും അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കതിലേക്ക് കടക്കാം. തീർച്ചയായും. കേരളത്തിലെ ഈ പഞ്ചായത്ത് ഇലക്ഷനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തന്ന ഈ വിവരങ്ങളിൽ പറയുന്ന പോലെ ഭയങ്കര ജനപങ്കാളിത്തമാണ്. അതെ, ഒരു നാടിന്റെ ഉത്സവം പോലെയാണത് പലപ്പോഴും. കൃത്യം. വെറുമൊരു വോട്ടിംഗ് എന്നതിലുപരി ആളുകൾ തമ്മിലുള്ള ബന്ധം, സ്ഥാനാർത്ഥികൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്, അതൊക്കെ ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ടാക്കും. ആ ഉത്സവ പ്രതീതി എന്ന വാക്ക് ഈ നോട്ട്സിലും കാണുന്നുണ്ട്. പിന്നെ ഇത് കേരളത്തിൽ ഒതുങ്ങുന്നില്ല എന്നും പറയുന്നു. ഇല്ലില്ല, ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ, വോട്ടർമാരെ മാത്രമല്ല, സ്ഥാനാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഇതിന്റെ ഭാഗമാവുകയാണ്. അപ്പോ ഇത്രയധികം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാകുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ കാണുമല്ലോ, അല്ലേ? അത് തന്നെയാണ് പ്രധാന ചോദ്യം. എന്നാണ് ഇലക്ഷൻ? അല്ലെങ്കിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? അതെ, മണിക്കൂറുകൾ, മിനിറ്റുകൾ വരെ അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. ശരിക്കും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും താൽപ്പര്യമല്ല, ആവശ്യമാണ്. അവരുടെ പ്ലാനിംഗ്, പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ ക്രമീകരിക്കാൻ ഈ ഡേറ്റ് അറിയണം. സാധാരണ വോട്ടർമാർക്കും ഇത് പ്രധാനമാണ്. കാരണം എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ അടുത്ത ഭരണസമിതി വരുന്നത് എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. അതെ അതെ. ഈയൊരു സാഹചര്യത്തിൽ ഒരു ഡിജിറ്റൽ സംവിധാനം ഇതിനൊരു പരിഹാരമായി വന്നിട്ടുണ്ട് എന്നാണ് ഈ വിവരങ്ങൾ പറയുന്നത്. ഒരു വെബ്സൈറ്റിന്റെ കാര്യമാണ്. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്ന വെബ്സൈറ്റ്. അതെ, ആ സൈറ്റിനെക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ട്. അതിലൊരു ഡേറ്റ് എന്നൊരു പേജുണ്ടെന്നും അവിടെ ഈ പ്രതീക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പ് തീയതി കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. ഓഹോ. അതുമാത്രമല്ല, ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക്, അതായത് ഇനി എത്ര ദിവസം, മണിക്കൂർ, മിനിറ്റ് ബാക്കിയുണ്ട് എന്ന് കാണിക്കുന്ന ഒന്ന്. അത് കൊള്ളാമല്ലോ. അപ്പോ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online ഡേറ്റ് എന്ന പേജിൽ ഇത് കിട്ടുമല്ലേ? അതെ, അങ്ങനെയാണ് ഈ വിവരം സൂചിപ്പിക്കുന്നത്. ഇതൊരു ബുക്ക്മാർക്ക് ചെയ്തു വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നോക്കാമല്ലോ. ശരിയാണ്. ഒരു തയ്യാറെടുപ്പിന് ഇത് സഹായകമാവും. സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും ഒരുപോലെ അവരുടെ ആകാംക്ഷ കുറയ്ക്കാനും കുറച്ചുകൂടി വ്യക്തതയോടെ ഇതിനെ സമീപിക്കാനും ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും. വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ കൃത്യത, അതായത് മിനിറ്റുകൾ വരെ കണക്കാക്കുന്ന ഈ രീതി, അത് തെരഞ്ഞെടുപ്പിന്റെ ആ പഴയൊരു ഫീലില്ലേ, അതിനെ മാറ്റുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ഒരു വശത്ത്